ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം നിന്റെ സ്ഥാനത്തിന് വിലയുണ്ട് എന്നതിനെ കുറിച്ചാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 15-ാം തിരുലിഖിതം. ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു മണിക്കൂറിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്ന മണിക്കൂറാണിത്. ഈ ഒരു മണിക്കൂറിൽ ഞാനും നിങ്ങൾ ഹൃദയം തുറന്ന് യേശുവിന്റെ നാമത്തെ ആരാധിച്ചാൽ സ്വർഗത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. എൻ്റെ പേര് ഗീതു. എൻ്റെ വീട് മൂവാറ്റുപുഴയിലാണ്. അഭിഷേകാഗ്നി പ്രോഗ്രാമിലൂടെ ഈശോ എന്നെ അനുഗ്രഹിച്ച ഒരു സംഭവം പറയാനാണ് ഞാനിത് എഴുതുന്നത്. ഞാനൊരു നേഴ്സാണ്. എൻ്റെ നേഴ്സിംഗ് പഠനകാലത്ത് പരീക്ഷയിൽ എല്ലാ വർഷവും ഞാൻ ഒരു വിഷയത്തിന് ഫെയിലായി പോകുമായിരുന്നു. ഇങ്ങനെയായിരുന്നു 3 വർഷവും എൻ്റെ സ്ഥിതി. പിന്നെ ആ വിഷയം എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ എഴുതിയെടുക്കണം. എത്ര നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയാലും ഇങ്ങനെ തന്നെ. ഇതുമൂലം ഞാൻ വളരെയേറെ വിഷമിച്ചു. എൻ്റെ 4th ഇയറിലെ എക്സാമിൻ്റെ സമയത്ത് ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ പറ്റി അറിയുന്നത്. ഞങ്ങൾ കുടുംബസമേതം 2008 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിനോട് ചേർന്ന് യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു. വിടുതൽ ശുശ്രൂഷയുടെ സമയത്ത് എൻ്റെ ഈ തോൽവിയുടെ മേഖലയിലുള്ള ബന്ധനം വിട്ടുപോകാൻ വേണ്ടി ഞാൻ കർത്താവിനെ നാമം വിളിച്ചപേക്ഷിച്ച് കരഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, 4th ഇയറിലെ എക്സാമിന് എല്ലാ വിഷയത്തിനും 70% മുകളിൽ മാർക്ക് നൽകി കർത്താവ് എനിക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു. എൻ്റെ കർത്താവ് ഓരോ വർഷവും പരീക്ഷ തോറ്റുകൊണ്ടിരുന്ന ആ അവസ്ഥയിൽ നിന്ന് വിടുവിച്ചതിനായി ഞാൻ കോടാനുകോടി സ്തോത്രം അർപ്പിക്കുന്നു. ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് വിദേശത്തായിരുന്ന എൻ്റെ ചേച്ചിയെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർക്ക് ഇതുവരെ ഒരു ജോലി കിട്ടിയില്ലെന്ന് മാത്രമല്ല, PR-ഉം കിട്ടിയിരുന്നില്ല. ഞങ്ങൾ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാരണം നാട്ടിൽ നിന്ന് പണം അയച്ചു കൊടുത്തിട്ടാണ് അവരെ ഞങ്ങൾ അവിടെ പിടിച്ചു നിർത്തിയിരുന്നത്. അങ്ങനെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഗവൺമെൻറ് സെക്ടറിൽ തന്നെ ഒരു നല്ല ജോലിയും PR-നുള്ള അനുമതിയും കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. കോടാനുകോടി നന്ദി ഈശോയ്ക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗീതു ജോസ്, മൂവാറ്റുപുഴ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ കണ്ണുകൾ അടയ്ക്കാം. യെശയ്യാ പ്രവചനത്തിൽ 43-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം, വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതെന്നും ഞാൻ ആജ്ഞാപിക്കുന്നു. ഓ ദൈവമേ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷകളിൽ പങ്കുചേരാനും യേശുവിൻ്റെ നാമത്തെ വിശ്വസിക്കാനും നിത്യരക്ഷയിലേക്ക് ഉയരാനും പാപം വിട്ടുപേക്ഷിക്കാനും ദൈവത്തെ ആരാധിക്കാനും ദൈവമക്കളെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും വിട്ടുമാറി ദൈവജനം കൂട്ടം കൂട്ടമായി ദൈവരാജ്യ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേരട്ടെ. ദൈവരാജ്യ ശുശ്രൂഷ പങ്കുചേരട്ടെ. യെശയ്യാ 43-ാം അധ്യായം 7-ാം തിരുലിഖിതം. എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെടുന്നവരുമായ എല്ലാവരെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ വചനം കേൾക്കാൻ തടസ്സപ്പെട്ട് അവിടെയും ഇവിടെയും ചിന്നിച്ചെതിരി കിടക്കുന്ന എല്ലാ ദൈവമക്കളും
വചനത്തിൻ്റെ അരികിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാര പിടകൾ വിട്ടുപോകട്ടെ കർത്താവെ. കലഹത്തിൻ്റെ അരുവികൾ വിട്ടുപോട്ടെ കർത്താവെ. ധാർഷ്ട്യത്തിൻ്റെ അരുവികൾ വിട്ടുപോട്ടെ കർത്താവെ. തന്നിഷ്ടത്തിൻ്റെ അരുവികൾ വിട്ടുപോട്ടെ കർത്താവെ. എതിർപ്പിൻ്റെ അരുവികൾ വിട്ടുപോട്ടെ കർത്താവെ. വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവിക അഭിഷേകം പ്രാപിപ്പാൻ ഓരോ മകൻ്റെ മേലും മകളുടെ മേലും ഇപ്പോൾ അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ സമയത്ത് ദൈവമക്കളിൽ നിന്ന് ക്ഷീണങ്ങൾ, രോഗങ്ങൾ, മടുപ്പ്, മന്ദത, മരവിപ്പ്, എതിർചിന്ത, ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, ഇങ്ങനെയുള്ള ഓരോ മേഖലകളിലും അങ്ങയുടെ മക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നാരകീയ സേനകളും ദുഷ്ടാത്മഭൂതങ്ങളും പൈശാചിക ശക്തികളും ഇപ്പോൾ യേശുവിൻ്റെ ഉന്നത നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 15-ാം തിരുലിഖിതം. ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നതിൻ്റെ കാരണം ജെറുസലേമിലെ പുരോഹിതന്മാരിലെ അധർമ്മമാണ്. പ്രിയ ദൈവവൈതലേ, നിന്റെ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തിന് വിലയുണ്ട്. ഒരുപക്ഷെ നിന്റെ ദൈവം നിന്നെ കുടുംബത്തിൻ്റെ ഒരു അപ്പൻ്റെ സ്ഥാനത്ത്, ഒരു അമ്മയുടെ സ്ഥാനത്ത് ആക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ഇടവകയുടെ വികാരിയായി, ഒരു കോൺവെന്റിലെ മദറായി നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു സംഘടനയുടെ പ്രസിഡന്റായോ ഒരു ഓഫീസിലെ സീനിയർ ഓഫീസറായോ നിന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നീ ദേശത്തിന്റെ ഭരണാധികാരിയോ ജില്ലാ കളക്ടറോ അതോ അല്ലെങ്കിൽ കർത്താവ് നിന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്നെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് കർത്താവ് നിന്നെ ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിയോഗിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം റോമാലേഖനം 9-ാം അധ്യായം 17-ാം വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് പറയുന്നു, ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയും എൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ ഉയർത്തിയത്. യെശയ്യാ പ്രവചനത്തിൽ 43-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നു, എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തിട്ടുള്ളവര്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ഒരു വലിയ നിയോഗമാണ്. എവിടെയാണോ എൻ്റെ ദൈവം എന്നെ നിങ്ങളെ ആക്കിയിരിക്കുന്നത്, ഒരുപക്ഷെ ഒരു സംഘടനയുടെ ഡയറക്ടർ ആയിരിക്കാം, ഒരു സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ ആയിരിക്കാം, ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ ലീഡർ ആയിരിക്കാം, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതാവായിരിക്കാം, ഒരു കുടുംബത്തിൻ്റെ തലവനായിരിക്കാം, ഒരു വംശത്തിൻ്റെ അധിപതിയായിരിക്കാം, ഒരു ദേശത്തിൻ്റെ അധിപതിയായിരിക്കാം, ഒരു ന്യായാധിപനോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഫാക്ടറിയുടെ നേതൃത്വം വരെ ഇരിക്കുന്നവനായിരിക്കാം. എന്നെയും നിങ്ങളെയും എൻ്റെ ദൈവം അവിടെ ആക്കിയിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്. പിതാവായ ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടിയുള്ള ഒരു നിയോഗം എൻ്റെ മേലും നിങ്ങളുടെ മേലും ഉണ്ട്. എന്നാൽ ഞാനും നിങ്ങളും ഈ ദൈവവിളി മറന്ന് തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നേതൃത്വ നിരയിലുള്ളവരുടെ അവസ്ഥ എന്താണോ അത് അതേപടി അതിനേക്കാൾ അനേകം ഇരട്ടിയായി കീഴ്ഘടകങ്ങളിലേക്ക് പരക്കും. വേറൊരു വാക്കി പറഞ്ഞാൽ, ഇന്ന് നാട്ടിൽ ജനം മുഴുവൻ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ജെറുസലേമിൽ പാപമുണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ജെറുസലേമിൽ പാപമുണ്ടായിട്ടുണ്ട്. ജെറുസലേമിൽ നിന്നാണ് നാട്ടിൽ മുഴുവൻ പാപം പരക്കുന്നത്. നേതൃത്വ നിരയിൽ നിന്നാണ് നാട്ടിലേക്കും ദേശത്തേക്കും പാപം പെരുകുന്നത്. വിശുദ്ധ ലിഖിതത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തുന്ന വചനഭാഗം ദിനവൃത്താന്തത്തിന്റെ 2-ാമത്തെ പുസ്തകത്തിൽ 26-ാമത്തെ അധ്യായത്തിലുണ്ട്. നേതൃത്വ നിരയിലുള്ളവർ നല്ല അവസ്ഥയിലിരുന്നാൽ കീഴ്ഘടകങ്ങളിൽ നല്ല അവസ്ഥയുണ്ടാകും. ഒരപ്പൻ വിശുദ്ധമായി ജീവിച്ചാൽ മക്കള് നല്ല വിശുദ്ധമായ ചിന്തയുള്ള മക്കള് ലോകത്തിൽ ഉയർന്നു വരും. ഒരപ്പൻ തോന്നിയാസക്കാരനായി ജീവിച്ചാൽ മക്കളും തന്നിഷ്ടക്കാരായി പോകും. വിശുദ്ധ ലിഖിതത്തിൽ 2 ദിനവൃത്താന്തം 26-ാം അധ്യായമാണ് ഈ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വെളിപ്പെടുത്തൽ നൽകുന്നത്. അവിടെ ഉസിയ എന്ന ഒരു രാജാവിനെ പരിചയപ്പെടുത്തുകയാണ്. ഉസിയ യൂദ രാജ്യത്തെ രാജാവാണ്. ഉസിയ അദ്ദേഹം ഏതാണ്ട് 16-ാമത്തെ വയസ്സിൽ രാജ്യഭരണം ഏറ്റെടുത്തു. ഏതാണ്ട് 52 വർഷക്കാലം ഉസിയ യൂദയ നാട്ടിൽ ഭരണം നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 16-ാമത്തെ വയസ്സിൽ ഉസിയ രാജ്യഭരണം ഏൽക്കേണ്ടി വന്നത്? അദ്ദേഹത്തിന്റെ അപ്പൻ മരിച്ചത് കൊണ്ടാണ്.
അപ്പൻ മരിച്ചതുകൊണ്ട് ഉസിയ ചെറുപ്രായത്തിൽ തന്നെ രാജ്യഭരണം ഏറ്റെടുക്കേണ്ടി വന്നു. അദ്ദേഹത്തെ കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരുന്ന ഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിലെ 4-ാമത്തെ തിരുലിഖിതം. തന്റെ പിതാവായ അമസ്യായെ പോലെ അവനും കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. ഉസിയ രാജാവിന്റെ അപ്പന്റെ പേരാണ് അമസ്യ രാജാവ്. ബൈബിൾ പഠിപ്പിക്കുകയാണ്, തന്റെ പിതാവായ അമസ്യായെ പോലെ അവനും ദൈവത്തിന്റെ സന്നിധിയിൽ നീതി പ്രവർത്തിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനും ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് രാജ്യകാര്യങ്ങൾ ക്രമീകരിക്കാനും വചനപ്രകാരം രാജ്യത്തെ മെനക്കി കൊണ്ടു നടക്കാനും ഉസിയ ഉത്സാഹിച്ചുകൊണ്ടിരുന്നു. കാരണം അത് അവന്റെ ഒരു മേന്മയായിട്ടല്ല, അവന്റെ അപ്പന്റെ കാലത്ത് അപ്പന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, ഉസിയായുടെ അപ്പനായ അമസ്യ രാജാവിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്, അവൻ കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു. അവൻ യഹോവയുടെ ഇഷ്ടമനുസരിച്ച് അവൻ രാജ്യത്തെ ക്രമീകരിച്ചു. അപ്പന്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. അപ്പന്റെ സ്വഭാവം അങ്ങനെയായിരുന്നുകൊണ്ട് പ്രിയപ്പെട്ട ദൈവഭക്തരെ, ഇതാ വർഷങ്ങൾക്ക് ശേഷം അവന്റെ മകൻ ഉസിയ രാജാവ്, അവന് 10, 15, 16 വയസ്സേ ഉള്ളൂ, അപ്പൊ തന്നെ രാജ്യഭരണം ഏറ്റെടുത്തതാണ്. അവന്റെ ഉള്ളിൽ നിന്ന് ഉത്കടമായ ദാഹം, യഹോവയുടെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കണം, ദൈവത്തിന്റെ വഴികൾ എന്താണെന്ന് അറിയണം, ബൈബിളിൽ എന്താണ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അറിയണം. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ജീവിതവും കുടുംബവും രാജ്യവും ക്രമീകരിക്കണമെന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന് ഉത്സാഹം തോന്നിക്കൊണ്ടേയിരുന്നു. ഇത് അദ്ദേഹം വേറെ എവിടെയെങ്കിലും പഠിച്ചുണ്ടാക്കിയതാണെന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതാണ് 26-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞത്, തന്റെ പിതാവായ അമസ്യായെ പോലെ അവനും ദൈവത്തിന്റെ സന്നിധിയിൽ നീതി പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൻ നേർവഴിക്ക് നടന്നാൽ, അപ്പൻ നല്ല മാർഗത്തിലൂടെ നടന്നാൽ, ആരും പഠിപ്പിച്ചില്ലെങ്കിലും മക്കളുടെ ഉള്ളിൽ ദൈവിക കാര്യങ്ങൾക്ക് ദാഹം ഉണ്ടാകും, മക്കളുടെ ഉള്ളിൽ ദൈവവചനത്തിന് വേണ്ടി ദാഹം ഉണ്ടാകും, മക്കളുടെ ഉള്ളിൽ വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ആഗ്രഹം ഉണ്ടാകും. ഹല്ലേലൂയ. വീണ്ടും 2 ദിനവൃത്താന്തം 26-16, ഉസിയ രാജാവിന്റെ ജീവിതത്തിൽ കർത്താവ് അവനെ അത്ഭുതകരമായി സഹായിച്ചു. അവനെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തിന്റെ വഴികളിലൂടെ തന്നെ നടന്നു, ദൈവത്തിന്റെ വഴികളിലൂടെ തന്നെ നടന്നു, ദൈവത്തിന്റെ വചനത്തെ അന്വേഷിച്ച് നടന്നു, അതിൽ മുറുകെ പിടിച്ച് നടന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ ദൈവം അവനെ അത്ഭുതകരമായി സഹായിച്ചു. ദൈവ വഴികളെ നടക്കുന്ന ഓരോ പൈതലിനെ ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും, ദൈവം ഉയർത്തും. ദൈവം അത്ഭുതകരമാംവിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി. അവന്റെ ഭരണം ഉറച്ചു, കൊട്ടാരം ഉറച്ചു, കിരീടം ഉറച്ചു, ചെങ്കോൽ ഉറച്ചു, എല്ലാം അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി. എല്ലാം അവന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി കഴിഞ്ഞപ്പോൾ 2 ദിനവൃത്താന്തം 26-16 പഠിപ്പിക്കുകയാണ്, പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാര പ്രമത്തനായി, അത് അവനെ നാശത്തിലേക്ക് നയിച്ചു. തന്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിച്ചു. അവൻ അതിപ്രബലനായപ്പോൾ, പ്രാബല്യം നേടിക്കഴിഞ്ഞപ്പോൾ, എല്ലാം കീഴടക്കി കഴിഞ്ഞപ്പോൾ, എല്ലാത്തിന്റെ മുകളിൽ ഉയർന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ഇതാ മറ്റൊരു സ്വഭാവം പുറത്തേക്ക് വരികയാണ്. അവൻ അഹങ്കാര പ്രമത്തനായി തീർന്നു. അവൻ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. പ്രിയപ്പെട്ട ദൈവപൈതലേ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതെങ്ങനെ ഉസിയാവിന് സാധിച്ചു? എങ്ങനെ ഇത്രയും കാലം കർത്താവിനെ അന്വേഷിച്ചു, കർത്താവിന്റെ വചനം പഠിച്ചു, കർത്താവിന്റെ കൂടെ നടന്നു, കർത്താവിന്റെ വലതുകരം കൊണ്ട് ഇവനെ സഹായിച്ചുകൊണ്ടിരുന്നു. ദൈവാനുഭവത്തിൽ ഇവൻ വളർന്നു വന്നതാണ്. ദൈവാനുഭവത്തിൽ ഇവൻ വളർന്നു വന്നെങ്കിലും ഇപ്പൊ ഇതാ ഇവൻ താഴോട്ട് വീണിരിക്കുകയാണ്. ഇവനിതാ താഴോട്ട് വീണ് കിടക്കുകയാണ്. ഇവനിപ്പോ ദൈവചിന്തയില്ല, ഇവനിപ്പോ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല, ഇവന് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമില്ല, കർത്താവ് എന്താണ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കണമെന്ന് ആലോചന ചോദിക്കാൻ താല്പര്യമില്ല. ഇവൻ അഹങ്കാര പ്രമത്തനായി, തന്നിഷ്ടക്കാരനായി. കർത്താവ് എന്ത് ചിന്തിച്ചാലും കുഴപ്പമില്ല, എൻ്റെ ഈ ഇഷ്ടം നടപ്പാകണം, എൻ്റെ ഈ ആഗ്രഹം നടപ്പാക്കണം. ഈ ആഗ്രഹം അവന്റെ ഉള്ളിൽ വേരുപാക്കിയിരിക്കുകയാണ്. അങ്ങനെ അവൻ നശിച്ച് നാമാവശേഷമായി. അവൻ കുഷ്ഠം ബാധിച്ച് ഒരു കുഷ്ഠരോഗിയായി മറിച്ച് മണ്ണടിഞ്ഞ് ഈ ലോകം വിട്ടുപോകേണ്ടി വന്നു എന്ന് 2 ദിനവൃത്താന്തം 26-ാം അധ്യായത്തിൽ തുടർന്നുള്ള വചനങ്ങൾ നമ്മൾ കാണുകയാണ്. അങ്ങനെ നശിച്ച ഒരു ജീവിതമായിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോയത്.
എന്താ അതിന്റെ കാരണം? അത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതാന്ന് വിചാരിക്കണ്ട. ഇവന്റെ അപ്പൻ, ഉസിയാവിന്റെ അപ്പൻ അമസ്യ രാജാവിന്റെ സ്വഭാവം അത് തന്നെയായിരുന്നു. അമസ്യ ആദ്യകാലത്ത് ഒരുപാട് ദൈവസ്നേഹത്തിൽ ജീവിച്ചു, ദൈവിക വഴികളിൽ ജീവിച്ചു, വചനം പഠിച്ച് ജീവിച്ചു, വചനം പഠിപ്പിച്ച് ജീവിച്ചു, വചനപ്രകാരം ക്രമീകരിച്ച് ജീവിച്ചു. എന്നാൽ എല്ലാം കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ, എല്ലാത്തിന്റെ മുകളിൽ അവൻ ഉയർന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയം അഹങ്കാരപ്രമത്തമായി. അവൻ തന്നിഷ്ടക്കാരനായി നടന്നു. അത് 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. കർത്താവിനെ വിട്ടകന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ ഗൂഢാലോചന നടന്നു. അവൻ ലാഗീഷിലേക്ക് ഒളിച്ചോടി. അവർ ആളുകളെ വിട്ട് ലാഗീഷിൽ വെച്ച് അവനെ വധിച്ചു. എന്ന് പറഞ്ഞാൽ എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ ഇവന്റെ ഹൃദയം ദൈവഭക്തിയിൽ നിന്ന് വീണുപോയി, പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയി, ദൈവാരാധന വീണുപോയി. അവൻ കർത്താവിൽ നിന്ന് അകന്ന് അവൻ അഹങ്കാരപ്രമത്തനായി തന്നിഷ്ടക്കാരനായി മാറി. അതാണ് നിയമാവർത്തനം 29-ാം അധ്യായം 18-19 വാക്യങ്ങൾ. വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നടന്നാലും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അവൻ തന്നെ ആശീർവദിക്കുന്ന ആ രീതിയിലേക്ക് വന്നു. അവന് ദൈവഭക്തിയും ദൈവഭക്തി ഇല്ലാത്തതും വലിയ വ്യത്യാസമില്ലാതെ തോന്നാൻ തുടങ്ങി. തന്നിഷ്ടക്കാരനായി അവൻ നടന്നു. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം പെട്ടെന്നുണ്ടായ സ്വഭാവമല്ല. 2 ദിനവൃത്താന്തം 25-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. അവൻ കർത്താവിന്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല. ഒരു ശകലം പിശക്, ഒരു കുറച്ച് മിസ്റ്റേക്ക് ഇത് അവിടെ കിടക്കുകയാണ്. അവൻ പൂർണ്ണ ഹൃദയത്തോടെ അല്ല നീതി പ്രവർത്തിച്ചത്. ഇതാണ് പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 28-ാം വാക്യം പഠിപ്പിക്കുന്നത്. പ്രഭാഷകൻ 19:28 പഠിപ്പിക്കുകയാണ്. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ അവൻ പാപം ചെയ്യും, തിന്മ പ്രവർത്തിക്കും. അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും അവൻ തക്കം കിട്ടുമ്പോൾ തിന്മ ചെയ്യും. ഇത് തന്നെയാണ് ഉസിയാവിന്റെ ജീവിതത്തിലും അമസ്യായുടെ ജീവിതത്തിലും നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അമസ്യ രാജാവ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ അവന്റെ മകനായ ഉസിയാവും ആയിത്തീർന്നു. ഇന്ന് നീ നിന്റെ വീട്ടിൽ നിന്റെ മക്കളെ കണ്ണുരുട്ടി കുടിക്കരുത്, വലിക്കരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് പോകരുത്, ആ സിനിമ കാണരുത്, ഈ സിനിമ കാണരുത് എന്ന് നീ നിന്റെ മക്കളെ വിരട്ടുന്ന ഒരു സ്വഭാവക്കാരനാണോ? നീ ആരെയാണ് ഈ വിരട്ടണത്? നിന്റെ നടപ്പ് എങ്ങനെയായിരുന്നു? നിന്റെ ജീവിത രീതി എന്തായിരുന്നു? പ്രിയപ്പെട്ട ദൈവപൈതലേ, ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർക്കണം. അണ്ണാൻകുഞ്ഞിനെ ആരും മരം കയറ്റം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അണ്ണാൻകുഞ്ഞിനെ ആരും മരം കയറ്റം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഞാനും നിങ്ങൾ ഒരു തിന്മയുടെ ഉടമയാണെങ്കിൽ അത് അതിന്റെ കീഴ്ഘടകങ്ങളിലേക്ക് വരുമ്പോൾ അനേക ഇരട്ടിയായി പെരുകും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം, കായേന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കൻ്റെത് 70 ഇരട്ടിയായിരിക്കും. എന്താ ഇതിന്റെ അർത്ഥം? കായേന്റെ 3-ാമത്തെയോ 4-ാമത്തെയോ 5-ാമത്തെയോ തലമുറക്കാരനാണ് ലാമക്കിന് തന്റെ സ്വഭാവം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ലാമക്ക് തന്റെ ഭാര്യമാരെ വിളിച്ച് പറയണ ഒരു വചനം ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം അതിൽ 23-ാമത്തെ വാക്യത്തിലുണ്ട്. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച മറ്റൊരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു. കായേന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കൻ്റെത് 70 ഇരട്ടിയായിരിക്കും. ഓർമ്മയിരിക്കട്ടെ, ലാമക്ക് തന്നെ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നേതൃത്വ നിരയിൽ എന്താണ് ഉള്ളത് അത് കീഴ്ഘടകങ്ങളിലേക്ക് വലിയ ശക്തിയോടെ അത് വ്യാപിക്കും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. നേതൃത്വ നിര ക്ലീനായി നടക്കുന്നതാണ്. വിശുദ്ധ ജീവിതം നയിച്ചാൽ, ദൈവഭക്തി നടന്നാൽ കീഴ്ഘടകങ്ങൾ ദൈവഭക്തി നടക്കും. തൃശ്ശൂർ രൂപതയിലുള്ള ഒല്ലൂർ എന്ന് പറഞ്ഞ പള്ളിയിൽ ഒരു ദിവസം അവിടെ ഒരു മനോഹരമായൊരു കാഴ്ച കണ്ടു. ഒരമ്മച്ചി ദേവാലയത്തിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ 4.5 വയസ്സ് അല്ലെങ്കിൽ കഷ്ടിച്ച് 5 വയസ്സ്, ശരിക്കും ഒരു തിരിച്ചറിവിന്റെ പ്രായമായിട്ടില്ല, അങ്ങനത്തെ ഒരു കൊച്ചുകുഞ്ഞ്. ആ കൊച്ചുകുഞ്ഞ് ഞാൻ കണ്ട കാഴ്ച, ആ കൊച്ചുകുഞ്ഞ് ഇതാ ദേവാലയത്തിന്റെ വാതിക്കൽ നിന്ന് മുട്ടുമേൽ നീന്തിയും ഇഴഞ്ഞും കൈകുത്തി വലിഞ്ഞും അങ്ങനെ മുമ്പോട്ട് അൾത്താര വരെ നീന്തി വന്ന് അൾത്താരയുടെ അവിടെ കൈ വിരിച്ചു പിടിച്ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ്. എങ്ങനെയാണ് ആ കുഞ്ഞിനെ സാധിച്ചത്? അണ്ണാൻകുഞ്ഞിനെ ആരും മരം കയറ്റം പഠിപ്പിക്കണ്ട. എങ്ങനെയാണ് ആ കുഞ്ഞിനെ സാധിച്ചത്? സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടാണോ? ബൈബിൾ വായിച്ചിട്ടാണോ? അതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉപദേശിച്ചിട്ടാണോ? കൂട്ടുകാർ പറഞ്ഞിട്ടാണോ? സിസ്റ്റേഴ്സ് പഠിപ്പിച്ചിട്ടാണോ? അല്ല. നേതൃത്വ നിരയിൽ എന്താണോ ഉണ്ടായിരുന്നത് അതിന്റെ അനേക ഇരട്ടിയായി കുഞ്ഞിലേക്ക് അത് പകർന്നു കിട്ടി.
അതിൻ്റെ അമ്മ കണ്ണുനീരോ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നതായിരുന്നു. 4.5 വയസ്സ് 5 വയസ്സുള്ള കുട്ടിയോ അത് മുട്ടുമേ നീന്തി 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 ആൾത്താർ വരെ വന്നിട്ട് ആനവാതിക്കൽ നിന്ന് നീന്തി നീന്തി കൈകുത്തിക്ക വലിഞ്ഞു വലിഞ്ഞു വന്നിട്ട് അവിടെ വന്ന് കൈയും വിരിച്ചു പിടിച്ച് യേശുവിനെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരാണെങ്കിലോ ആ തിന്മ പടരും. എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ തിന്മയുണ്ടെങ്കിൽ ഇത് വേറെ ആരും അറിയുന്നില്ല, ഇത് ഞാൻ മാത്രം അറിയുന്നുള്ളൂ എന്ന് ചിന്തിക്കരുത്. ജെറമ്യാ 23:15 ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പരന്നിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ദൈവം എന്നെ ഓരോ സ്ഥാനത്താക്കി വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇന്ന് ഒരു സമൂഹത്തിൻ്റെ നേതാവായിരിക്കാം, ഒരു കൂട്ടായ്മയുടെ ലീഡറായിരിക്കാം, ഒരു കുടുംബത്തിൻ്റെ നാഥനോ ഒരു കുടുംബത്തിൻ്റെ നാഥയായിരിക്കാം, ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കാം, ഒരു ഓഫീസിലെ സീനിയർ ഓഫീസറായിരിക്കാം, ഒരു ദേശത്തിൻ്റെ അധിപതിയാകാം, ഒരു ജില്ലാ മജിസ്ട്രേറ്റോ ഒരു ജില്ലാ കളക്ടറോ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡോ ആയിരിക്കാം. എവിടെയാകട്ടെ, ഇത് ദൈവം നിന്നെ ഇരുത്തിയിരിക്കുന്ന കസേരയാണ്, ഇത് ദൈവം നിന്നെ ഉയർത്തി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. എന്തിനു വേണ്ടിയാ ദൈവം നിന്നെ ഉയർത്തിയത്? റോമാലേഖനം 9:17 വിശുദ്ധ ഗ്രന്ഥം ഫറവോയോട് ഇപ്രകാരം പറയുന്നു: ഭൂമിയിലെങ്ങും എൻ്റെ നാമം ഉദ്ഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയും എൻ്റെ ശക്തി നിന്നിൽ പ്രകടമാക്കുന്നതിന് വേണ്ടിയും ഞാൻ നിന്നെ ഉയർത്തിയിരിക്കുന്നു. ഓ ദൈവമേ, എന്നെ ഈ സ്ഥാനത്ത് അവിടെ നിന്നാക്കി വെച്ചിരിക്കുന്നത് ഈ ദേശം വിശുദ്ധീകരിക്കപ്പെടുന്നതിനും അങ്ങയുടെ മഹത്വം ഈ ദേശത്ത് നിറയുന്നതിനും എല്ലാവരും നിത്യരക്ഷ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. എന്നാൽ എൻ്റെ തന്നിഷ്ടം, എൻ്റെ കള്ളുകുടി, എൻ്റെ ചീട്ടുകളി, എൻ്റെ കള്ളത്തരം, എൻ്റെ കരിഞ്ചന്ത, എൻ്റെ സ്വാർത്ഥത, എൻ്റെ ഏകാധിപത്യ സ്വഭാവം, എൻ്റെ ഇരുട്ട് നിറഞ്ഞ അന്ധകാരാവൃതമായ പ്രവർത്തികൾ, എൻ്റെ പൈശാചിക സ്വഭാവങ്ങൾ, അത് എൻ്റെ കീഴ്ഘടകങ്ങളായ അനേകരിലേക്ക് അതിൻ്റെ അനേക ഇരട്ടി ശക്തിയിൽ വ്യാപരിക്കുകയാണല്ലോ. ഈ ദേശത്ത് നന്മ വിളയാൻ അല്ലെങ്കിൽ തിന്മ വിളയാൻ അതിന് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്താണല്ലോ അവിടെ തന്നെ ആക്കിയിരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിലെ നന്മ അത് അനേകരിലേക്ക് നന്മയായി മാറും, എൻ്റെ ഹൃദയത്തിലെ തിന്മ അത് അനേകർക്ക് തിന്മയായി മാറും. ദൈവമേ, ഇന്ന് എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് അന്ധകാര കോട്ടകളെ തകർക്കണമേ. കാരണം ഞാൻ മാത്രമല്ല, എന്നോടൊപ്പം ആയിരങ്ങൾ നശിക്കും. ഞാൻ മാത്രമല്ല, ഞാൻ തിന്മയുടെ ഉടമയാണെങ്കിൽ എൻ്റെ ഈ തിന്മ ആയിരങ്ങളെ നശിപ്പിക്കും. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, തലമുറകളായി അങ്ങയുടെ മക്കളിലേക്ക് പകർന്നു വന്നിരിക്കുന്ന അന്ധകാരത്തിൻ്റെ സ്വഭാവങ്ങൾ, പാപ സ്വഭാവങ്ങൾ, തിന്മയുടെ സ്വഭാവങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത രക്തത്താൽ ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും പാപത്തിൻ്റെയും ആധിപത്യങ്ങൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വർഗം തുറന്ന് സക്രാരിയിൽ വാഴും യേശു മഹേശനെ ആരാധന, ആരാധന. സ്തുതി ഗീതങ്ങൾ പാടി നിന്നെ നമിച്ചു പുകഴ്ത്തിടുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാം അധ്യായം 22-ാം തിരുലിഖിതം. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ വലിയ തിന്മകളെ
സമാധാനം എന്ന് വിളിക്കുന്നു. ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിമിഷങ്ങൾ ഉയർത്താം. തെറ്റുകൾ വന്ന സാഹചര്യങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ച് വലിയ വിടുതൽ ഈ നിമിഷങ്ങളിൽ കുടുംബങ്ങളിലേക്ക് ആഗ്രഹിക്കട്ടെ. ഓരോ മകനും മകളും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഓരോ ദൈവമക്കളിൽ നിന്നും ഓരോ കാലങ്ങളായി വന്നുകൂട്ടിയുള്ള അന്ധകാര പീഡകൾ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞു മക്കൾക്ക് നല്ല ബുദ്ധിയുടെ അഭിഷേകം നൽകണമേ, സൽസ്വഭാവത്തിന് അഭിഷേകം നൽകണമേ. വീട് വിട്ടുപോയ മക്കൾക്ക് തിരികെ വീട്ടിലേക്ക് വരാനുള്ള കൃപ കൊടുക്കണമേ കർത്താവേ. ഉത്തരവാദിത്ത ബോധം ഇല്ലാതെ കുടുംബനാഥന്മാരും കുടുംബനാഥകളെ തന്നിഷ്ടക്കാരായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എല്ലാ ദുർചിന്തകളും വിട്ടുപോയി, ദുർബുദ്ധി വിട്ടുപോയി, ഉത്തരവാദിത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ദൈവകൃപയുടെയും ദൈവസ്നേഹത്തിൻ്റെയും അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുശീലങ്ങളും തിന്മകളും മദ്യപാനവും ദുർവൃത്തിയും ലോട്ടറി എടുക്കലും ചീട്ടുകളെയും യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ